അടുത്ത കാലത്ത് തന്നെ എന്താണ് കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിക്കും, സോഡാ സർബത്ത് എന്നൊക്കെ പറഞ്ഞ് ഹിംസയെ വാഴ്ത്തിപ്പാടുന്ന പാട്ടുകളൊക്കെ നമ്മൾ കേട്ടു. അപ്പോഴൊന്നും ഇല്ലാത്ത പ്രശ്നം സംഘപരിവാരത്തിന് ഇപ്പോൾ എന്താണ്? അവന്റെ അവസാനം കണ്ടിട്ടേ ഞാൻ ഇറങ്ങുന്നത്. എന്തിനാണ് വേടനെ ഇങ്ങനെ ഒറ്റതിരിഞ്ഞ് വേട്ടയാടുന്നത് ശ്രീ ഷാബു പ്രസാദ്? അതേടാ, രണ്ടിലൊന്നും അറിയാൻ തന്നെ ഞാനും വന്നത്. രണ്ടിനാണെങ്കിൽ പോയിരിക്കടാ. അതെ, വെറുതെ പരിസരം വൃത്തിയുണ്ടാക്കണേ. അങ്ങനെ ഒറ്റതിരിഞ്ഞ് വേട്ടയാടുന്നു എന്നുള്ള വിഷയമൊന്നും ഇല്ല ഹാഷ്മി. നമ്മുടെ സമൂഹത്തിൽ ചർച്ചാ വിഷയമായ ഒരു കാര്യത്തിനോട് ഓരോരുത്തർ അവരവരുടേതായ രീതിയിൽ, അവരവരുടേതായ ശൈലിയിൽ, അവരവരുടേതായ കാഴ്ചപ്പാടിൽ പ്രതികരിക്കുന്നു. അതിന് ഒറ്റതിരിഞ്ഞുള്ള വേട്ടയാടലെന്നും കൂട്ടം തിരിഞ്ഞുള്ള വേട്ടയാടലെന്നും അതിന് പല വിശേഷണങ്ങൾ കൊടുക്കാം, ഓരോരുത്തരുടെ സൗകര്യം പോലെ കൊടുക്കാം എന്നുള്ളതല്ലാതെ അല്ലാതെ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇവിടെ ഒരു വിഷയത്തിനോട് പ്രതികരിക്കാൻ വേടനോ അല്ലെങ്കിൽ വേടനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള അവകാശമുള്ളതുപോലെ തന്നെ ഇതിലെന്തോ ദുരൂഹതയുണ്ട് ഭൈരവ. മൂർച്ചയുള്ള ഭാഷയിൽ തിരിച്ചും പ്രതികരിക്കണം. ഇതാണോ മൂർച്ചയുള്ള ഭാഷ? ഇത് തെളിവാക്കല്ലേ? ആ നേതാവ് ഒരു പൊതുസമൂഹത്തിൽ വന്ന് ഉപയോഗിച്ച വാക്ക് ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. താങ്കൾക്കറിയാം ആ വാക്ക് എന്താണെന്ന്. താങ്കൾക്കറിയാം ആ വാക്ക് ഏത് വാക്കിൽ നിന്ന് വന്ന വാക്കാണ് താങ്കൾക്കറിയാം. തെറിയാണ് സാറേ, അത് പറയാവോ? മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയും. മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിലാണ് ഞാൻ പറഞ്ഞത്. ഇനി നിനക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ പറയാം. ഞാൻ ഒരു കാര്യം ഞാൻ പറയട്ടെ. എന്നോട്ട് വിശ്വാസമില്ലേ? ഇല്ല, ഒട്ടുമില്ല. എന്തായാലും ഇപ്പൊ ഓരോരുത്തരുടെ സൗകര്യം പോലെ ഉപയോഗിക്കുന്നു എന്നുള്ളതല്ലാതെ ശരിയാണോ തെറ്റാണോ ചോദിക്കുക? ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇപ്പൊ ശരിയാണോ തെറ്റാണോ ചോദിക്കാൻ ഇൻട്രോയിൽ ഇവിടെ ഹാഷ്മി ഉപയോഗിച്ച പാണനല്ല, പുലയനല്ല, തമ്പുരാനുമല്ല, ആണെങ്കിൽ ഒരു ചുക്കുമില്ല. വെറും സാമ്പിൾ വെടിക്കെട്ട് പെരിയവനെ പ്രയോഗിക്കും മുമ്പുള്ള ഒരു മുന്നറിയിപ്പ്. ആ ചുക്കിന് പകരം പൊതുവേദിയിൽ ആയിരക്കണക്കിന് ആൾക്കാരെ സാക്ഷി നിർത്തി മൈക്കിൽ കൂടെ പ്രയോഗിച്ച ആ വാക്ക് ഹാഷ്മിക്ക് ഇവിടെ പറയാൻ പറ്റുമോ? അത് തന്നെയാണ് ആഗ്രഹിക്കുന്നില്ല. ഒരു തെറി പറഞ്ഞാൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവ് തെരുവിൽ നിന്ന് തെറി പറയും അല്ലേ? ഒരു സ്ത്രീ വിരുദ്ധമായ മുഴുത്ത തെറിയാണത്. സോറി സർ, ഇതൊക്കെ കേസായി മാറിയിരുന്നുവെങ്കിൽ എനിക്ക് വേണ്ടി മാത്രം ഒരു കോടതി തന്നെ തുടങ്ങേണ്ടി വന്നേനെ. ഷാബു, അങ്ങേക്ക് ആ തെറി എന്തെന്ന് അറിയാമല്ലോ അല്ലേ? ഒരു സ്ത്രീ വിരുദ്ധമായ അങ്ങേയറ്റത്തെ വൃത്തികെട്ട തെറിയാണ് ആ തെറി. സ്ത്രീ വിരുദ്ധമാണ്. ആ തെറിയുടെ ഉപോൽപ്പന്നം വന്നൊരു പ്രധാനപ്പെട്ട നേതാവ് പറയുക ഒരു ചെറുപ്പക്കാരനെതിരെ. എന്തിനാ ചെറുപ്പക്കാരൻ പാർട്ടി പറഞ്ഞൊരു വാക്ക് ഇവിടെ എന്താണ് അതിന്റെ ബാലൻസിന് വേണ്ടി പറയുക? ഷാബു, ഇനി എന്നെ വിളിക്കാൻ ശ്രമിക്കണ്ട, സത്യം പറ. വയസ്സുകളൊക്കെ തോനായില്ലേ? ഇനിയെങ്കിലും ഈ തറ വേലകളൊക്കെ നിർത്തി അവനെ എന്റെ ജോലികൾ ചെയ്ത് ജീവിക്കാൻ നോക്കണേ. അല്ലല്ല ഞാൻ അതല്ല പറഞ്ഞത്. അതിന് തന്നാരും വിളിച്ചു തന്നെയല്ലേ എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ. ഈ രീതിയിലുള്ള പാട്ടുകളും ഈ രീതിയിലുള്ള വരികളും ഇവിടെ ഒരു കലാകാരൻ ഇവിടെ ആയിരക്കണക്കിന് ജനങ്ങളെ സാക്ഷി നിർത്തി അവരെ ആകപ്പാടെ ഇളക്കുന്ന രീതിയിലാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടായിരിക്കും അണ്ണ എന്റെ വിശേഷങ്ങളെല്ലാം അന്വേഷിച്ച് നടക്കുന്നത്. അതിനോടുള്ള പ്രതികരണവും അല്ല ഷാബു, നമ്മുടെ കൂടിയതായിരിക്കും, രൂക്ഷമായിരിക്കും. ഇനി ശശികല ടീച്ചർ പറഞ്ഞ ആ വാക്കിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. എന്തായാലും അണ്ണന്റെ നകളി പിത്തരക്കായ സ്ഥിതിക്ക് കാര്യങ്ങൾ കലിപ്പില്ലാതെ പറയുക. ഇനി എവിടെയെങ്കിലും വെച്ച് കാണാം. വരട്ടെ, ബൈ. പറയാമെങ്കിൽ ഒരു കാര്യം എനിക്കിപ്പോ ഇത്രേ പറയാനുള്ളൂ. ഞാൻ അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കാറില്ല, ഞാൻ ഉപയോഗിച്ചിട്ടുമില്ല, ഉപയോഗിക്കുകയും. അത് പിന്നെ എപ്പോഴത്തെ പോലെ ഞാനൊരു തമാശ ഉദ്ദേശിച്ചുള്ളൂ. ഞാനൊരു സംസ്കൃതം താങ്കളോട് പറഞ്ഞു കേൾപ്പിക്കാം. അത്രക്കായല്ലേ? ഉരസി മുരാരേബു ഹിതഹാരേ ഘനൈവ തരളവലാകെ ധടദിവ പീതേ രതിയുപരീതേ രാജസി സുഹൃത വിഭാഗേ ധീരസമീരേ യമുനാതീരെ ഗോപി പീന പയോദര മർദ്ദന ചഞ്ചല കരയുഗശാലി. മലയാളം പറയാവോ? ഇതൊക്കെ എന്ത്? അതിന് മലയാളം ഒന്ന് പറയാവോ? അല്ല, എനിക്ക് അതിന്റെ അർത്ഥം നന്നായിട്ട് അറിയാം. നിങ്ങളായി നിങ്ങളുടെ പാടായി, നമ്മളീ നാട്ടുകാരനല്ലപ്പാ. അതിന് മലയാളം ഒന്ന് പറയാവോ? പറയുന്നത് കേൾക്കൂ. ഇട്ട് വട്ട് കളിപ്പിക്കുന്നത് എല്ലാവർക്കും ഒരു രസമാണ് ഇവിടെ. അതായത് ഹാഷ്മി എവിടെ നിൽക്കൂ? ഹാഷ്മി എവിടെ നിൽക്കൂ? ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായോ? അതായത് ഇവൻ എങ്ങനെയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ. വെറുതെ ഞെട്ടണ്ട, ഫ്രോഡായിട്ട് നടന്നാ പോരാ, പണി പഠിക്കണം. നമുക്ക് കാണാം.
എന്താ എല്ലാം പറഞ്ഞാ പറഞ്ഞു നിങ്ങൾ അതിന് നിക്കേ അത് പറയുന്നത് കേൾക്കൂ അപ്പൊ പോണില്ലേ ഇവനടുത്തൊക്കെ സംസാരിച്ച സമയങ്ങളെന്നെ